ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇഷ സ്പൈസി ഫെസ്റ്റിവലിലെ ഓണം സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യയിലെ രാജാവായ നമ്മുടെ പഴം നുറുക്കാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി അല്ലേ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു പഴം നുറുക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവം അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് പഴം നുറുക്കാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3 ഏത്തയ്ക്ക, പഴുത്ത ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ തൊണ്ട് റിമൂവ് ചെയ്ത് ഇതുപോലെ 3 പീസായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പഴം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴം നുറുക്ക് റെഡിയാക്കാം. അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഞുറുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഏത്തപ്പഴം നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഏത്തപ്പഴം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഈ ഒരു ഏത്തയ്ക്ക ഒന്ന് വേവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം ലിറ്റ് ഓപ്പൺ ചെയ്ത് നോക്കൂ. ആവശ്യത്തിന് വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട്. നമ്മുടെ ഏത്തയ്ക്ക ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മധുരത്തിൻ്റെ അനുസരിച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പ് ശർക്കര കുറച്ച് വെള്ളത്തിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഉരുകിയതിന് ശേഷം ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ആ ഒരു ഏത്തയ്ക്കപ്പഴത്തിലോട്ട് നമ്മുടെ ശർക്കര എല്ലാം യോജിച്ച് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ടൊരു തിള വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഏത്തയ്ക്കയിലോട്ട് നന്നായിട്ട് ശർക്കര യോജിച്ച് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു കട്ടി പരുവത്തിൽ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു തേങ്ങാപ്പാലും ശർക്കരയും എല്ലാം നല്ലപോലെ യോജിച്ച് ഒരു കട്ടിപ്പരുവോ ഏകദേശം നല്ല കുറുകിയ പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടി താല്പര്യമുള്ളവർ ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ സ്വാദനുസരിച്ച് നിങ്ങൾ ചേർത്തോളൂ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു വാഴയിലോട്ട് നമ്മുടെ ഈ ഒരു പഴഞ്ഞുറുക്ക് ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കൂട്ടത്തിൽ നമ്മുടെ പഴംനുറുക്കിൻ്റെ കോമ്പിനേഷനായിട്ട് പപ്പടം കൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ്ലി നമ്മുടെ ഈ ഒരു സദ്യ രാജാവായ നമ്മുടെ പഴംനുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും കഴിക്കാൻ പോവാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല ചൂടോടെ ആ ഒരു പപ്പടം കൂടെ കുഴച്ച് കഴിക്കുമ്പോൾ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഈ ഓണത്തിൽ നമ്മുടെ പഴംനുറുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോ, സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇത് നല്ല റെസിപ്പി വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.